ഹായ്, അപ്പൊ നമ്മൾ ഇന്നുള്ളത് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടാണ്. എന്റെ കൂടെയുള്ളത് റാണി അഷ്റഫ് ആണ് കേട്ടോ. കോഴിക്കോടുകാരിയാണ് ഞാൻ. നമ്മൾ കോഴിക്കോട് വെച്ചിട്ടാണ് പരിചയപ്പെട്ടല്ലേ. കോഴിക്കോട് ഓഫീസിൽ വന്നിട്ട് ഞാൻ റാണിയോട് സംസാരിച്ചിട്ടുണ്ട്. നേരിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യം എന്റെ അടുത്ത് ഉപ്പയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ, കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. റാണി ആക്ച്വലി എനിക്ക് തോന്നുന്നു പോളണ്ടിലേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നത്, പിന്നെ ഡ്രോപ്പ് ചെയ്തതാണ്. ആക്ച്വലി പേയ്മെന്റ് ഒക്കെ ചെയ്ത് നിന്നതായിരുന്നു, പക്ഷെ പോവാനെന്തോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അല്ലെ. അപ്പൊ പിന്നെ എനിക്ക് IELTS കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. IELTS കാര്യങ്ങളൊക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ്, വന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് പോകുന്നത്. പിന്നെ നഴ്സിംഗ് ഒരു ഡ്രീം ആയിരുന്നില്ലേ? എനിക്ക് മെഡിക്കൽ ഫീൽഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു. മെഡിക്കൽ ഫീൽഡ് ആയിരുന്നു ആള് നോക്കിക്കൊണ്ടിരുന്നതും. അപ്പൊ ഞാൻ നഴ്സിംഗ് ചൂസ് ചെയ്തു. തീർച്ചയായിട്ടും ഫാദർ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പേയ്മെന്റ് അടച്ചിട്ട് പോവാത്തതും വിസ കുറെ ഒരു ഇൻകൺവീനിയൻസ് ആദ്യം നോക്കിയ ഏജൻസികളിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്റെ അടുത്ത് ഫാദർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് റാണിയുടെ വാപ്പ അഡ്മിഷനും കാര്യങ്ങളൊക്കെ സാറായിട്ട് സംസാരിച്ചിട്ടാണെങ്കിലും കൊച്ചി ഓഫീസിൽ വന്നിട്ട് നേരിട്ടാണ് റാണിയല്ലേ അഡ്മിഷൻ കാര്യം കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നേ. എന്താ SU എടുക്കാനായിട്ടുള്ള ഒരു കാരണം? SU ഞാൻ നെറ്റിൽ ഫസ്റ്റ് സെർച്ച് ചെയ്തപ്പം കമ്പാരിറ്റീവ്ലി നല്ലൊരു ജോർജ് നാഷണൽ യൂണിവേഴ്സിറ്റി ഓൾറെഡി ഫേമസ് യൂണിവേഴ്സിറ്റി ആണ്. എന്നിട്ട് ഇങ്ങോട്ടേക്ക് പറഞ്ഞാണ് എനിക്ക് SU തന്നെ അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞ് എന്തായാലും പോകാൻ പറ്റണം. വിസ റിജക്ഷനും കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നൊരു മീൻസ് വിസ ഡീപ്പോർട്ടേഷൻ ഒക്കെ വരുന്നൊരു കൺട്രി ആയിരുന്നു. അപ്പൊ അങ്ങനെ കുറെ ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പൊ കറന്റ് നമ്മുടെ എല്ലാ ഇതും ഇന്നിപ്പോ ഡിപ്പാർച്ചർ ആണ്. നമ്മുടെ ഓവറോൾ ഒരു വികയുടെ സർവീസിനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കാമോ? ആക്ച്വലി ഞാൻ ആദ്യം കോണ്ടാക്ട് ചെയ്ത ഏജൻസിനെക്കാട്ടും എനിക്ക് ഒത്തിരി ബെറ്റർ ആയിട്ട് തോന്നി. കാരണം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ ഡൗട്ടും ഏത് ടൈം ആണേലും ഞങ്ങൾ ക്ലിയർ ചെയ്ത് തരും. സോ അതൊക്കെ ഭയങ്കര ഒരു നമുക്കൊരു ആശ്വാസമായിരുന്നു അങ്ങനെയൊക്കെ കിട്ടുന്നത്. എന്തായാലും റാണിയ വിസ വന്നു ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞ എനിക്ക് അങ്ങനെ അധികം വാപ്പ് സംസാരിക്കുന്നുണ്ട്. എന്നാലും റാണിയ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എപ്പോഴും എന്തായാലും റാണിക്ക് ഒരു ടെൻഷൻ ഉണ്ട് അതിന് വിസ വരെയോ പോകാൻ പറ്റുന്നത്. കാരണം അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാരും ക്ലിയർ ആയിട്ടുണ്ട്. ഇന്നിപ്പോ റാണി അപ്ലൈ ചെയ്യാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ബ്രൈറ്റ് ഫ്യൂച്ചർ. ഓക്കെ, താങ്ക് യു സോ മച്ച്.